read upon, read over, read out, read through. അങ്ങനെ റീഡിങ്ങും ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് വൊക്കാബുലറിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. Hello everyone, this is Nishad Ahmed and welcome to another interesting video. And today first we'll be looking at read upon. Read upon means to learn something by reading. വായിച്ച് പഠിച്ച് മനസ്സിലാക്കുക എന്ന് പറയില്ലേ, അതിനാണ് റീഡ് അപ്പോൺ എന്നാണ് പറയാം. ഫോർ എക്സാമ്പിൾ, ഐ വുഡ് ലൈക്ക് ടു റീഡ് അപ്പോൺ ഫ്രേസൽ വെർബ്സ്. ഐ വുഡ് ലൈക്ക് ടു റീഡ് അപ്പോൺ ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റിനെ പറ്റി എനിക്ക് വായിച്ച് മനസ്സിലാക്കണം എന്നർത്ഥം. സോ റീഡ് അപ്പോൺ. നെക്സ്റ്റ് വൺ, റീഡ് ഓവർ. റീഡ് ഓവർ എന്ന് പറഞ്ഞാൽ ചെക്ക് സംതിങ് ബൈ റീഡിങ് ഇറ്റ് അഗൈൻ. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ വായിച്ചു, ഇനി അയക്കുന്നതിന് മുമ്പായിട്ട് you can ask somebody to read it over. അപ്പോൾ ഒരു കാര്യം വീണ്ടും വായിച്ച് പരിശോധിക്കുക എന്ന് പറയുന്നതിനാണ് റീഡ് ഓവർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, can you just read it over before we send? നമ്മളത് അയക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകൂടി വായിച്ച് പരിശോധിക്കാവോ? സോ റീഡ് ഓവർ. another one is all about read through. റീഡ് ത്രൂ എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ അവസാനം വരെ ഫുള്ളായിട്ട് വായിക്കുക എന്ന് പറയില്ലേ, ഈ ഫുള്ളായിട്ട് വായിക്കുക എന്നുള്ളതാണ് റീഡ് ത്രൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഹാവിൻ റെഡ് ത്രൂ ദാറ്റ് നോവൽ എന്ന് പറഞ്ഞാൽ ആ നോവൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഫുള്ളായിട്ട് വായിച്ചിട്ടില്ല. അപ്പോൾ റീഡ് ഫ്രം വൺ എൻഡ് ടു അനദർ എന്നതിനാണ് എന്ത് പറയുന്നത്, റീഡ് ത്രൂ എന്ന് പറയുന്നത്. ഫ്ലിപ്പ് ത്രൂ, വായിക്കാതെ വെറുതെ പേജുകൾ മറിച്ച് പോകുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് ഫ്ലിപ്പ് ത്രൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ഫ്ലിപ്ഡ് ത്രൂ ദ മാഗസീൻ എന്ന് പറഞ്ഞാൽ മാഗസിനിലൂടെ വായിക്കാതെ ചുമ്മാ പേജുകൾ മറിച്ച് പോയി നടത്തും. അപ്പം ഡീറ്റെയിൽ ആയിട്ട് വായിക്കാതെ ചുമ്മാ പേജുകൾ മറിച്ച് പോകുന്നതിന് ഫ്ലിപ്പ് ത്രൂ എന്ന് പറയാറ്. ഫ്ലിപ്പ് ത്രൂ. ആൻഡ് another one is all about read out. റീഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഉറക്ക വായിക്കുക. റീഡ് സംതിങ് അലൗഡ് എന്നതിനാണ് റീഡ് ഔട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, can you just read it out? ഒന്ന് ഉറക്ക വായിക്കാമോ? എസ്പെഷ്യലി ഫോർ ടീച്ചേഴ്സ്, these vocabulary are quite useful. And finally, let's look at pour over. ഈ pour over എന്ന് പറഞ്ഞാൽ to read something very very carefully എന്നുള്ളതിന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രേസൽ വെർബാണ് pour over. For example, he poured over the map to find out the easiest way. ഏറ്റവും എളുപ്പമായി കണ്ടെത്താൻ വേണ്ടി അദ്ദേഹം മാപ്പിലൂടെ എന്ത് ചെയ്തു, വളരെ സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്തു, കണ്ടുപിടിച്ച് പോയി നടത്തും. സോ pour over. ഈ 6 ഉപയോഗിച്ചുകൊണ്ട് സെൻറ്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്ത് താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷോസ് you have learned it. കാര്യം using is learning. ഉപയോഗിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ. Alright, see you with another video. Bye bye.